സെൻസോഡൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ പുളിപ്പ് മാറുമോ? പലരും വിചാരിച്ചിരിക്കുന്നത് പല്ലിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം സെൻസോഡൈൻ ആണെന്നാണ്. പല്ലിൻ്റെ പുളിപ്പ് വന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റിനെ പറ്റിയായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കാരണമുണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. എന്നാൽ അത് അങ്ങനെയല്ല. നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത് ഒരു ഡെന്റിസ്റ്റിനെ പറ്റിയാണ്. നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൽ എവിടെയെങ്കിലും കേടുകളുണ്ടോ അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്തിട്ട് ആ കാരണത്തിന് ട്രീറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമ്മുടെ പല്ലുകളിൽ ചെറിയ തേയ്മാനമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുളിപ്പ് പയ്യെ കുറഞ്ഞു വരും. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ടൂത്ത് പേസ്റ്റുകളിലുള്ള ഫ്ലൂറൈഡ് കാര്യങ്ങളൊന്നും ഈ സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പുളിപ്പിനുള്ള വേറൊരു കാരണമാണ് നമുക്ക് ബ്രേക്കേജ്, അതായത് ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാവിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഇറോഷൻസോ ആർട്രീഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതല്ലേ, നമ്മുടെ ഇനാമലിൽ തേയ്മാനം വരികയോ അല്ലെങ്കിൽ ഇനാമൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ലെയർ ഉണ്ട്, ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയർ. രണ്ടാമത്തെ ലെയർ പോറസ് ആണ്. അതുവഴിയാണ് നമുക്ക് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകളിലുള്ള പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ സ്റ്റാനസ് ഫ്ലോറൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറോടെ ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി എന്ന കാര്യങ്ങൾക്ക് ടെമ്പററി റിലീഫ് തരുക ചെയ്യണം. ഇനാമൽ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, വലിയ ക്യാവിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രൊട്ടക്റ്റീവ് ലെയർ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യണമെങ്കിൽ ലിമിറ്റുണ്ട്. ഈ സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ ക്യാവിറ്റി ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻഷൻ നടത്തുകയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സെൻസിറ്റിവിറ്റിക്ക് ഒരു ചെറിയ റിലീഫ് തരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കവർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഒരു 4 ആഴ്ച കൂടുതൽ നമ്മൾ സെൻസിറ്റിവിറ്റി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെന്നുള്ളത്.